എന്തിട്ടാ അട അട തിന്നോ പൊരിച്ചണ്ട അയ്യോ ആദ്യം തന്നെ തുപ്പി തേച്ചത് അത്രയും വന്നിട്ടില്ല അവൾക്കന്നെ എടുക്കണം അപ്പം ലിയോറ നമ്മുടെ പൊരുത്തലടയായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നു. ഈ വീഡിയോൻ്റെ അവസാനം കാണാം. ആദ്യം ഈ അട എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പുല്ലുപൊടി കൊണ്ട് ഇന്ന് അടയാണ്. അതിന് അട ചുടുന്നത് നല്ലത് ഇഷ്ടമാണ് തിന്നാൻ. അപ്പം ഞാൻ പുല്ലുപൊടി ആദ്യം ഒന്ന് വറുത്തു, എന്നിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ അടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി തന്നെ നല്ല തിളച്ച വെള്ളം കൊണ്ട് കുഴച്ച് വയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചൂടൊക്കെ ഉണ്ടെന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് ഓട്ടട ചൂടാന്നാണ് ഞങ്ങൾ പറയാതിന്. പുല്ലുപൊടി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് അട ചുടാനാണ് നോക്കുന്നത്. ചുട്ടെടുക്കണ അട നമുക്ക് ചുട്ടെടുക്കണ അടയുണ്ട്. ഇനി നമ്മളിത് കുഴച്ച് ഉരുട്ടി ഓരോന്നാക്കി എന്നിട്ട് ഞാൻ ഇനി ഇലയിൽ പരത്തും. അപ്പോൾ കുറച്ച് വെള്ളം വെക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ പരന്ന് കിട്ടും. ഇല ഓൾറെഡി ചൂടാക്കി അല്ല ഇല വാട്ടണ്ട, ഇലയൊന്നും വാട്ടണ്ട, ഒന്നും ചെയ്യണ്ട. വെറുതെ ഇല കീറി തുടച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാം. ഇത് കുറേശ്ശെ പൊടി വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും ജീരകവും ഇട്ടിട്ട് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിടും. കുറേശ്ശെ ഇട്ടാൽ മതി. കൊച്ചുങ്ങൾക്കായതുകൊണ്ട് അധികം ഉള്ളിൽ ഞാൻ വെക്കണില്ല. കാരണം മധുരം അധികം ചെല്ലണ്ടാവുന്നാണല്ലോ പറയാം. ഇതങ്ങനെ അതാ. പുല്ലുപൊടിയിൽ ഇത്തിരി ഉപ്പിട്ട വെള്ളം മാത്രമേ ഉള്ളൂ. അത് തിളപ്പിച്ചൊഴിച്ചു ഞാൻ. എന്നിട്ട് അത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ പുല്ലുപൊടി ആകുമ്പോൾ നമുക്ക് ഒന്ന് വറക്കണം അട ചുടണമെങ്കിൽ. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആവണം. വെറുതെ പുല്ലുപൊടി ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒന്ന് വറുത്തിട്ട് ഇടുമ്പോൾ കുറേയും കൂടി ടേസ്റ്റിയാണ്. പൊരുത്തലട എന്നൊക്കെ പണ്ടുള്ളവർ പറയും. അത് അരിപ്പൊടിയിലുണ്ടാക്കാം നമുക്ക്. ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പുല്ലുപൊടിയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓടിൻ്റെ ചട്ടി ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ചുടണമെങ്കിൽ ഇതിന് മണ്ണിൻ്റെ പരന്ന ചട്ടികളുണ്ട് പണ്ട്. ഇപ്പം അതൊന്നുമില്ല. പണ്ട് ഓട്ടുകലം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നുമില്ല. അതിന് പകരം ഓടിൻ്റെ ചട്ടി തന്നെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പരത്തി വെച്ചു. ഒരു 3 എണ്ണം അപ്പം ഇതിൽ കൊള്ളുള്ളൂ. എന്നിട്ട് ഒരു ലേശം വെള്ളം തെളിയും. അല്ല, അപ്പോൾ ഒരു ചീറ്റ് എന്നിട്ടൊരു അടച്ചു വയ്ക്കാം. തീ സിമ്മിലിടാം. എത്ര നേരം? ഒരു 10 മിനിറ്റെങ്കിലും എടുക്കുമ്പോൾ മറിച്ചിടാം. ഇല ചെറുതായിട്ടൊന്ന് കരിഞ്ഞു കൊടുക്കും. അതാണ് അതിൻ്റെ. അപ്പോൾ ഒരു മണം വരും. ചെറുതായിട്ട് ഇങ്ങനെ അത് കരിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മറിച്ചിടാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം സിമ്മിലിട്ട് വയ്ക്കാം. പൊരുത്തലട റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഇതിങ്ങനെ നോക്കിയേ. ഇതിന് ചെറുതായിട്ട് ആ ഇലകളൊന്ന് നേരിയൊരു നിറമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു കറുപ്പ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്താൽ മതി. ഉണ്ടോ? നല്ല ടേസ്റ്റുള്ള അടിയായിരിക്കും ഇത്. ഇതിപ്പോൾ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞങ്ങൾക്കും കൂടി എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. കണ്ടോ? എല്ലാത്തിൻ്റെ അടകൾ. അപ്പോൾ നമ്മൾ ചെറിയ സിമ്മിലിട്ട് നോക്കി നിന്നാൽ മതി. ആദ്യം ഒരു 10 മിനിറ്റ് ഒരു വശം ഇടാം, പിന്നെ മറ്റേ വശത്തേക്ക് എടുത്തിടാം. അടാ ഈ ഇലയുടെ കുറച്ച് ഗുണങ്ങളും കൂടി അപ്പം നമുക്ക് ഇതിൽ കൂടെ കിട്ടും. നമ്മുടെ വാഴയിലയ്ക്കും ഇപ്പോൾ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നല്ലൊക്കെ പറയണേ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും എല്ലാം നമ്മൾക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ കൊച്ച് ഉറങ്ങണാനുകൊണ്ട് ഞാനാണ് ടേസ്റ്റ് ചെയ്യണേ. എന്താ പേര് പറഞ്ഞത്? പൊരുത്തലട. പണ്ടൊക്കെ വിരുന്നുകാർ വരുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അരിപ്പൊടി സ്ഥിരമായിട്ട് ഇപ്പോൾ പറയണ ആനോണ്ടൊക്കെ
ഷുഗർ കയറുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അരിപ്പൊടിയൊക്കെ ഒന്ന് മാറ്റി ഫൈബർ റിച്ച് ആയിട്ടുള്ള പുല്ലുപൊടി എടുത്താണ്. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് പൊരുത്തലട. പണ്ട് കാലത്തൊക്കെ മണ്ണിൻ്റെ വലിയ വട്ടത്തിലുള്ള കലമുണ്ട്, അതിലിട്ടിട്ടാണ് ഇത് ചുട്ടെടുക്കുക. അപ്പോൾ ശരി, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. വാഴയിലുള്ളവർക്ക് പറ്റുള്ളൂ. ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എത്രത്തോളം ശരിയാവുമെന്ന് തോന്നണില്ല. വാഴയില തന്നെ വേണം. വാഴയിലയുടെ ടേസ്റ്റും കൂടി ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാ ലിയോറെ? ടേസ്റ്റ് ഉണ്ടാ? ലിയോറയുടെ അടുത്തൊരു സ്നാക്കായിട്ട് അടുത്ത ദിവസം വരാം. ഇന്നത്തെ സ്നാക്ക് സക്സസ്ഫുൾ ആണ്.